ഇന്ന് നമുക്ക് 1-2 ഷോസ് കാണാം കേട്ടോ. എലിഫൻറ്റ് ഷോയും പിന്നെ വേറൊരു അടിപൊളി ഷോ കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു ഷോയൊക്കെ കാണാം, പിന്നെ കുറച്ച് ആനിമൽസിനെയൊക്കെ കാണാവേ. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ 2 വീഡിയോ കൂടി ഉണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഒരു വീഡിയോയും പിന്നെ നൈറ്റ് നമ്മൾ സ്ട്രീറ്റൊക്കെ പോകുന്നുണ്ട്, ആ വീഡിയോയും കൂടി ഉണ്ട്. അതിപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ആ വീഡിയോ ഇടാം. മറ്റന്നാൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വീഡിയോ കൂടി ആയ ശേഷം നമുക്ക് നമ്മുടെ വീഡിയോസ് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറയും പോലെ താല്പര്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഓറാങ്കൂട്ടാൻ ഷോയൊക്കെ എല്ലാവരും കണ്ടായിരുന്നോ? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇന്ന് എലിഫൻറ്റ് ഷോ ഉണ്ട്, പിന്നെ വേറൊരു ഷോയും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, മീൻസ് ആ പോർഷൻ കാണാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത പോർഷൻ കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തായ്ലൻഡിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളൊരു കൺട്രിയിൽ പോകുമ്പോൾ നമ്മളൊരു വീഡിയോസ് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ, വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്നല്ലേ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങളെ കാണിക്കാൻ താല്പര്യമുള്ളവർക്ക്, പോകാൻ പറ്റാത്തവർ, കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കണ്ടോളുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോവാവേ. ഒരുപാട് പേരുണ്ടല്ലേ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർ, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ചിലർ കാശുണ്ടായിട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാവും, ചിലർ കാശിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് യാത്ര ചെയ്യാൻ മടിക്കുന്നവരുണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ തായ്ലൻഡ്, മലേഷ്യ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കൺട്രി അങ്ങനെ ഒന്നും പോകണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മളെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോവുക, എപ്പോഴും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സോറി, വല്ലപ്പോഴോ വർഷത്തിലൊരിക്കൽ നമ്മൾ എവിടെയെങ്കിലും പോവുക, ഫാമിലിയായിട്ട് പോവുക, സ്പെൻഡ് ചെയ്യുക. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനതൊരു മോട്ടിവേഷൻ തരുന്നതാണോയെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ശരിയാവുന്നു, പോയി നോക്കിയാലോ. പോവാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, എല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് പോകാൻ താല്പര്യമില്ല. ആ കൂട്ടത്തിലാട്ടോ വേദയ്ക്ക് ഒരിടത്തും പോകാൻ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ് വേദ. അപ്പോൾ വേദയെപ്പോലെ താല്പര്യമില്ലാത്തൊരു പലരും ഉണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് കേട്ടിട്ട് അവൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ, ഒന്ന് പോയി നോക്കിയാലോ എന്ന് കരുതി പോകുന്നവരുണ്ടെങ്കിലോ, അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. സത്യമായിട്ടോ, അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫീലും ആ ഒരു സന്തോഷമൊക്കെ അതൊന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ നമുക്ക് കിട്ടത്തില്ല. വെറുതെ ഇരിക്കുക, ഇപ്പോൾ എല്ലാവരും ബിസിയൊക്കെ ആയിരിക്കാം, എങ്കിലും വല്ലപ്പോഴും നമ്മൾ അതിനൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ അത് നമ്മുടെ നമുക്ക് ഫാമിലിയിൽ കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മളുടെ ഫാമിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതിപ്പോൾ ഹസ്ബൻഡായാലും വൈഫായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം, സന്തോഷം, അതൊന്ന് വേറെ തന്നെയാണ്. ഒരുപാട് കാശ് മുടക്കി ഒരുപാട് ദൂരത്ത് പോകണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, അവിടെ പോവുക. ഇപ്പോൾ സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്ക് തൊട്ടടുത്ത വലിയ കോസ്റ്റ്ലി ഒന്നും അല്ലാണ്ട് എവിടെ പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ പൊന്മുടിയിൽ പോവാം. അവിടെ റൂംസ് എല്ലാം ഉണ്ട്, റൂം എടുക്കാം, 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാം, 3 വരാം, അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് കന്യാകുമാരി ഉണ്ട്, വർക്കല ബീച്ചുണ്ട്, അങ്ങനെയൊക്കെ പോവാം. പല പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്കെല്ലാം നടക്കും കേട്ടോ. സമയമൊക്കെ തനിയേ വരും. അപ്പോൾ നമ്മൾ നടന്ന് എലിഫൻറ്റ് ഷോ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എലിഫൻറ്റ് ഷോ കണ്ടാലോ? താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവേ. എലിഫൻറ്റ് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഷോ കൂടി കാണാൻ പോകുന്നുണ്ട്. ആ ഷോയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഷോ മസ്റ്റ് വാച്ച് ആട്ടോ. അത് ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ലൈവായിട്ടൊരു മൂവിയൊക്കെ കാണുന്നൊരു ഫീലിലുള്ളൊരു ഷോ ആയിരുന്നു. അതും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ എൻഡിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എലിഫൻറ്റ് ഷോ ആണ്. കഴിഞ്ഞ ദിവസം നുങ്നോച്ച് വില്ലേജിൽ കണ്ട എലിഫൻറ്റ് ഷോയുടെ അത്രയൊന്നും ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.
Presented by Elephant Artist from South Korea. The only one at here, Agnes Fashion Prime, 1,000 baht. Because everyone if you want to buy Elephant painting, please contact our work for this time first. I will say on your right hand side. Thank you so much. And now, please welcome our performer എലിഫൻറ്റ് ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ നോങ്നോച്ച് വില്ലേജിൽ ഉണ്ടായിരുന്ന എലിഫൻറ്റ് ഷോയുടെ അത്രയും ഇവിടെ വന്നിട്ടില്ല. അത് കണ്ടിട്ട് നമ്മളിത് കണ്ടപ്പോൾ അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ. എലിഫൻറ്റ് വരച്ച പിക്ചർ ഉണ്ടായിരുന്നല്ലോ, അതിനെ അവരിവിടെ 1000 ബാത്തിന് ലേലത്തിന് വെക്കും പോലെ വെച്ചിട്ടുണ്ട്. ഫോറിനേഴ്സൊക്കെ വന്ന് സൂപ്പറായിട്ട് വാങ്ങിച്ചിട്ട് പോകും കേട്ടോ 1000 ബാത്തിന്. അവരെ ട്രെയിൻ ചെയ്ത് പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഒരു ട്രീയും കുന്നും മലയും ഒക്കെ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അത് 1000 ബാത്തിന് വച്ചിരിക്കുകയാണ്. ആരെങ്കിലും വന്ന് വാങ്ങിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ സെറ്റപ്പ് സംഭവങ്ങളെല്ലാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിലിരിക്കുന്ന 1-2 സീറ്റുകൾ നനയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ എലിഫൻറ്റ് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ആ ഷോയുടെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇരുന്നത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് എലിഫൻറ്റ് ഇങ്ങനെ വെള്ളം ചീറ്റിക്കുന്നത്. എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഷോ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആ നുങ്നോച്ച് വില്ലേജിൽ നല്ല കിടിലം എലിഫൻറ്റ് ഷോ കണ്ടിട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു ഷോ കണ്ടപ്പം അത്രയും ഒരു ഗുമ്മ തോന്നാത്തത്. അത്രയ്ക്കും വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഷോയിൽ. നിങ്ങൾക്കപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അത്രയും ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ എന്താണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഓഡിയോയോട് കൂടി ഇട്ടത്. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീൽ അത്രയ്ക്കും കിട്ടിയില്ല എങ്കിലും കുറച്ചെങ്കിലും കിട്ടും. അവിടെ നിന്ന് ആൾക്കാർ എത്ര ആന വെള്ളം ചീറ്റിച്ച് നനപ്പിച്ചു കേട്ടോ. നമ്മൾ ഭാഗ്യത്തിന് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിലിരുന്ന് നനയുമെന്നാണ് കരുതിയത്, പക്ഷേ ഒന്നും പറ്റിയില്ല, ഒന്നും സംഭവിച്ചില്ല. എന്തായാലും എലിഫൻറ്റ് ഷോ എല്ലാം കണ്ടിട്ട് അടുത്ത വേറൊരു ഷോയാണ്, അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. ആന ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന പരിപാടി നിർത്തിയാലും അങ്ങോട്ടും ഇങ്ങോട്ടേലും പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതുവഴി പോകുമ്പോൾ ഒപ്പം നമ്മുടെ ദേഹത്ത് വീഴും കേട്ടോ. പിന്നെ ആന വെള്ളം സ്പ്രേ ചെയ്യുന്നത് അത് നിർത്തുന്നത് നോക്കി നിന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് ആനയോടൊപ്പം ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് പൈസ എല്ലാം കൊടുക്കണം കേട്ടോ. നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് കുറേ ബേർഡ്സിൻ്റെയും എഗ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങോട്ടൊക്കെയുള്ള മുട്ടകളില്ലേ, ആ കോഴിമുട്ടയല്ല, ബേർഡ്സിൻ്റെ മുട്ടകളെല്ലാം വെച്ചിട്ട് ഒരു കളക്ഷൻ പോലെ അവരെന്തോ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. നിറയെ ബേർഡ്സ് ഉണ്ട്. ഇമിച്ചർ പാരറ്റൊക്കെയാണോ കൂടുതലുള്ള കേട്ടോ. എന്തിട്ടേക്കോ സ്കെൽട്ടനൊക്കെ വച്ചിട്ടുണ്ട്. ഡിനോസർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ദി എഗ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് കയറി ഇതിനകത്ത് കുറേ ഓസ്ട്രിച്ചിൻ്റെയും മറ്റും ഒക്കെ എഗ്ഗും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് നല്ല രസമുള്ള സംഭവം, ഒരു കൗതുകമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് തോന്നുന്നൊരു കാര്യം, മുട്ട വിരിയിച്ച് ആ കുഞ്ഞ് ബേർഡ്സിൻ്റെ
മുട്ട വിരിയിച്ച് അതിനെ വളർത്തി വലുതാക്കുന്ന ആ ഒരു സെറ്റപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ ഇങ്ങനെ അവർ ലൈവായിട്ട് ഇതിൻ്റെ മുട്ടയെന്ന് വയ്ക്കുക, ഈ ഒരു ബേർഡിൻ്റെ മുട്ട അവർ എടുത്തിട്ട് അതിനെങ്ങനെയാണ് വിരിയിക്കുന്നതെന്നും അത് വിരിഞ്ഞ് വന്നിട്ടുള്ള ബേർഡ് എങ്ങനെയാണെന്നും അതിൻ്റെ 1 മന്തിലെ ബേർഡ് എങ്ങനെയാണെന്നും 2 ഡേയ്സിലെ ബേർഡ് എങ്ങനെയാണ്, അങ്ങനെ പല രീതിയിൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് നമ്മൾ ലൈവായിട്ട് കാണുന്ന ആ ബേർഡാണ് പിന്നീട് പുറത്ത് ഇവരിങ്ങനെ കൂട്ടിലൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അത്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ, ഓസ്ട്രിച്ചിനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ കണ്ടാൽ ഒറിജിനൽ തോറ്റു പോകുന്ന ഒരു രീതിയിൽ അവർ ഓസ്ട്രിച്ചും അതിൻ്റെ എഗ്ഗും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് എല്ലാം അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഷൂട്ട് ചെയ്തു, കുറേയൊന്നും ഷൂട്ട് ചെയ്തില്ല. ഒരുപാടൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബോറടിക്കില്ലേ, അതുകൊണ്ട് എഗ്ഗ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എഗ്ഗിൻ്റെ മീൻസ് കോഴി മുട്ടയിൽ നിന്നും ഒരു ബേർഡ് എങ്ങനെയാണ് വരുന്നത്, ഓരോ ദിവസത്തെയും ഡേ 1 മുതൽ ഡേ ഇത്ര ദിവസം വരെയുള്ളത് അതിലിങ്ങനെ കാണിച്ചുകൊണ്ട് അതൊരു പിക്ചർ മാത്രമാണ്. ഈ ഒരു സംഭവം ലൈവായിട്ട് ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട്. അത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതൊക്കെ നല്ല രസമായിരുന്നു. രസം മീൻസ് കുറച്ച് അറിവുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അറിവുകളല്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ ലൈവായിട്ട് ഇതാണ് എഗ്ഗെല്ലാം അവർ വിരിയിക്കാനായിട്ട് അതിനകത്ത് വച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് കോഴിമുട്ട, പക്ഷെ കോഴിമുട്ട അല്ലല്ലോ, കിളികളുടെ മുട്ട വിരിഞ്ഞ് അതിനകത്ത് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിനെ കെയർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പ്രസവിച്ച മുട്ട വിരിഞ്ഞ കുഞ്ഞ് അതിനകത്തുണ്ട്. അതിൻ്റെ 1 മന്തായി 1 മന്തല്ല 1 to 2 ഡേയ്സായി അടുത്തതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതിനെ കെയർ ചെയ്യാനും ഒക്കെ അതിനകത്ത് തന്നെ ആൾക്കാർ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഈ ചില്ല് ഗ്ലാസ് വഴി കാണാം. അതിനെ തൊടാനോ പിടിക്കാനോ വേറൊന്നിനും പറ്റില്ല, നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. ഇത് ക്യൂട്ടായിട്ടുള്ള ബേർഡ്സിൻ്റെ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും ഞാനധികം കണ്ടിട്ടില്ല, അധികമല്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. അത് കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. നോ ഫ്ലാഷ് പ്ലീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് ആ വച്ചിരിക്കുന്ന ബേർഡ് നമ്മൾ ആദ്യം കയറിയപ്പോൾ കണ്ടില്ലേ, ആ ബേർഡിൻ്റെ കുഞ്ഞാണ് കണ്ടത്. പിന്നെ കുറേ എഗ്ഗും കാര്യങ്ങളും അതിനെയൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മറ്റേ പഠിക്കാനൊക്കെ വരുന്നവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ. ഇപ്പോൾ ബേർഡ്സിനെയൊക്കെ പറ്റി പഠിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നല്ലതായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ഇത്. എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കി വായിച്ച് പോകാൻ അറിയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെക്കാട്ടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വല്ല പടിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുപോയി എന്നല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും നിന്നില്ല. ഈ ബേർഡ്സിൻ്റെ എല്ലാം കുട്ടികളെയാണ് താഴെ വച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ ഫെദറെല്ലാം ഇങ്ങനെ പൊടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. പൊടിച്ച് വരുമ്പോൾ ഇത്രയും ഭംഗിക്ക് നിൽക്കും. ഇപ്പോൾ കാണുമ്പോൾ ആ ഒരു ഭംഗിയേ ഉള്ളൂ, ഫെദറൊന്നുമില്ല. ഇതൊരെണ്ണം ഓൾമോസ്റ്റ് റെഡിയായി വന്നതിൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരാൾ നിന്നിങ്ങനെ നമുക്ക് കാണിച്ചൊക്കെ തരും. ബേർഡും ഇതിനകത്ത് ഉള്ള മുട്ട വിരിയിച്ച് നമ്മളെപ്പോലെ ആരൊക്കെയോ കണ്ടിട്ട് പോയ ബേർഡാണ് ഇപ്പോൾ വലുതായി ഈ ഒരു പരുവത്തിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടെ വലുതാകുമ്പോഴേക്കും ഇതിനെ വെളിയിലേക്ക് ഇറക്കും, ഇതിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറക്കും. അപ്പോൾ ഇതിനെ കെയർ ചെയ്യാനെല്ലാം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു സംഭവം കൊള്ളായിരുന്നു. ഇതിനകത്ത് ഫുൾ ഇതായിരുന്നു, ബേർഡ്സിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. ഇതുമൊക്കെ വിരിയിച്ചെടുത്ത കിളികളാട്ടോ. ഇതിനകത്ത് വിരിയിച്ചെടുത്ത കിളികളാണ് ഇതിനകത്തെല്ലാം കിടക്കുന്നത്. അവിടുത്തെ ആ ഒരു ഇതെല്ലാം സെറ്റായി അതിനെ പുറത്തേക്ക് ഇറക്കാറാകുമ്പോൾ അവരതിനെ പുറത്തേക്ക് ഇറക്കും. പിന്നെ ഇവിടെ കൂടുതലും വേറെ ഇത് ഇത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എഗ് വേൾഡ് എന്നല്ലേ ഒരു പേര്, അപ്പോൾ എഗ്സാണ് കൂടുതൽ. പിന്നെ കിളികളുടെ പീക്കും കാര്യങ്ങളും ചുണ്ടും വാലും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ വച്ചിട്ടുണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ്സ് കുറേ കാര്യങ്ങൾ അതെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഫീഡ് ചെയ്യുന്ന സാധനം, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സാധനം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പ് വന്നതിൽ കുറച്ച് അറിവ് കിട്ടേണ്ട എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ആകെ കൂടി കിട്ടിയ സാധനം ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ വേറെ ഒന്നും കണ്ടില്ല. ഇത് മാത്രമാണ് എന്തെങ്കിലും ഒന്ന് ഉപയോഗമുള്ള ഒരു സാധനം എന്നുള്ള രീതിയിൽ കണ്ടത്. ഇപ്പം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത്,
അവിടെ എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗമുള്ളത്, ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനങ്ങൾ നിങ്ങൾ അവിടെ കണ്ടു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പറയാം, ഈ ഒരു എഗ് വേൾഡ് കണ്ടു, കൊള്ളാമായിരുന്നു. എനിക്കൊന്നുമല്ല, വേദയ്ക്കൊക്കെ പറയാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹയർ ക്ലാസ്സസിൽ വേദ പഠിക്കുമ്പോൾ അതിനെന്തെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇതിനകത്ത് കാണാനായിട്ട് കുറച്ചേ ഉള്ളൂ. നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് ഭയങ്കര ലെങ്ത് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ കണ്ടങ്ങ് മാറിപ്പോയി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത് വേറൊരു ഷോയ്ക്ക് പോകുന്നത്. എന്തോ സ്പൈ ഷോ എന്നോ അങ്ങനെ എന്തോ വാർ ഷോ എന്നോ അങ്ങനെ എന്തോ ആണ് ആ ഷോയുടെ പേര് കേട്ടോ. ലൈവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂവി കാണുന്ന ഒരു ഫീല്, ഒരു ഡ്രാമയൊക്കെ പോലെ ഒരു സംഭവം കേട്ടോ. അവർ ഒരു ഷോ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിടിലം ഷോ എന്ന് പറഞ്ഞാൽ ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഷോ ആയിരുന്നു. അവരുടെ എഫേർട്ട്, അവരുടെ ആർട്ട് വർക്ക് എല്ലാം കൊണ്ടും അവർ ആ ഒരു തീം എല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ചാണ്. തായ്ലൻഡിൽ വന്നാൽ ഈ സഫാരി വേൾഡിൽ വന്നിട്ട് ഒറാങ്കൂട്ടാൻ ഷോയും അടിപൊളിയായിരുന്നു കേട്ടോ. അതിനൊക്കെ പഠിപ്പിച്ചിട്ടിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് ചെയ്തിരുന്നു. ഒറാങ്കൂട്ടാൻ ഷോ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ഷോ, അതിൻ്റെ പേരാണ് സ്പൈ വാർ ഷോ. അത് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ കൂടെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നല്ല ഷോ ആയിരുന്നു, കിടിലൻ ഷോ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ ഇത് യൂട്യൂബ് വഴി കാണിക്കുമ്പോൾ എത്രത്തോളം അത് ക്വാളിറ്റി ഉണ്ട്, എത്രത്തോളം നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ലൈവ് വോയിസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് ഞാൻ കരുതി അങ്ങനെ തന്നെ ഇട്ടേക്കാമെന്ന് കരുതി, അതുകൊണ്ട് ഞാൻ ഇടുക കേട്ടോ. നോക്കി അവിടെ ഒരു വലിയൊരു ടോട്ടോയ്സ് കിടപ്പുണ്ട്. ഒന്നല്ല, 1-2 കിടപ്പുണ്ട്. വലുത് കേട്ടോ, ഭയങ്കര ഭീകരൻ. ഞാൻ ആദ്യമായിട്ട് കാണുക ഇത്രയും വലുതിനെ. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് സ്പൈ വാർ ഷോ കാണാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഉള്ളിലേക്ക് മീൻസ് നമ്മുടെ ഒറാങ്കൂട്ടാൻ ഷോ ഒക്കെ കണ്ടതുപോലെ തന്നെ ലൈവായിട്ടൊരു ഓപ്പൺ സ്പേസിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഒരു ഷോ ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഷോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നല്ല, നമ്മളതിലങ്ങനെ മുഴുകിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് രസമുള്ളൊരു പ്രോഗ്രാം. ഷോയും കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. എൻ്റെ അമ്മ, ചൂട് മാത്രം സഹിക്കാൻ വയ്യ. ഇത് ഓപ്പൺ സ്പേസിലാണ് ഇവർ ചെയ്യുന്നത്. ഫാനെല്ലാം വച്ചിട്ടുണ്ട്. ഫാനൊന്നും ഈ ചൂടത്തൊന്നും അല്ല കേട്ടോ. ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുന്നതല്ലാണ്ട് ഒന്നുമല്ല. അവിടെ മറ്റേ ഈ ഒരു കൂളിംഗ് ഇതിന് വേണ്ടിയിട്ട് ഫാനിൻ്റെ താഴെ ഇങ്ങനെ മിസ്റ്റ് പോലെ സ്പ്രേ സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ ചൂടിൻ്റെ മുന്നിലൊന്നുമല്ല കേട്ടോ. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അവർ ഈ ഷോ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഒരു ഒരു AC ഹോള് പോലൊരു സെറ്റപ്പൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. കാരണം മഴയൊക്കെ വന്നാൽ ഇങ്ങനെ എന്തോ ചൂടും സഹിക്കാൻ വയ്യ കേട്ടോ. അച്ഛനും അമ്മയൊക്കെ വീശി ഫാനിൻ്റെ താഴെയൊക്കെ വന്നിരുന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. നമുക്ക് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഈ ചൂട് കൊണ്ടുള്ളൊരു വല്ലായിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയേറ്റ് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. ചൂട് ഇവിടെ നിന്നല്ല, ഈ പ്രോഗ്രാം എന്നല്ല, മൊത്തത്തിൽ നടന്ന് ഈ വെയിൽ കണ്ട് ഈ ചൂട്, വെയിലങ്ങനെ അധികം കിട്ടിയില്ല. കാരണം നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ വെയിൽ അനുഭവിച്ചില്ല. പക്ഷേ ചൂട് ഭയങ്കര ചൂടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലിരിക്കുന്ന 6 റോസ് ഇങ്ങനെ വെള്ളം തെറിക്കാൻ ചാൻസ് ഉണ്ട്, നനയാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന 6 വരികളിലെ ആൾക്കാർ നനയാൻ ചാൻസ് ഉണ്ടെന്ന് ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് സെറ്റപ്പ് എന്ന് അറിയാതെയാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ ആ ഷോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 1.5 മണിക്കൂർ, അരമണിക്കൂറോ 1 മണിക്കൂറോ ആയിരുന്നു ഷോ. തുടങ്ങി പിന്നെ കണ്ടങ്ങ് ഇരുന്നു എന്ന് മാത്രം അറിയാം. എന്തായാലും നമ്മൾ കണ്ട ഷോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വേണമെന്നുള്ളവർ കാണുക, നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും അടിപൊളി പ്രോഗ്രാമാണ്. എത്രത്തോളം നിങ്ങളിൽ എനിക്ക് എത്തിക്കാൻ പറ്റിയെന്ന് അറിയില്ല, ഒന്ന് കണ്ടു നോക്കാം.
you want, but you still not something wrong. Oh, come on. You can go without. മതി. Why you robot? This robot. I hate him. Why you hurt me? Of course. If I don't want it, well done. You take one that gives that. Let's go to our way. Why? General. Talk about your money. My money. And I take you to see my kingdom. That's the forest. Very, very beautiful. Now it's time to party. I like party. I'm Sean. Sean Hackett. Oh yes, what are you doing here, Mr. Shaw? I'm from Singapore to check your neighbor. Let's come in. അതെന്തായാലും കൊള്ളാം. Papa, very good party. Now we shoot about my money. He's going back tomorrow afternoon. That's right. Absolutely, my friend. Yeah. But except for one thing, right? That when they get you in my house, why? General, we have already made a deal. If you want, you can cry. Papa, you dead. Papa, if you have power, I have only big men who get you. I have. One out there to not to know. Don't let him win. Papa, you're there, Papa. I can. Let me go, I can. Let me go. No, you may make your friend like it. Damn it. Please. Let me go. I do. Help me. Help me, please. Oh my God. Well done. I take. Why haven't they? When it's so easy to kick off, and so the world will be in my own hands. You set the world down.
Hey, why not? Stop! Anybody come and kill him? None of that will take him down. Give me that! Nice! Hey! Bye bye! You are useless! Anybody come and kill him? I can see you in the car. Very fun. Get my copy. We will get out from here together. No, Mr. Chan. That's very nice. You like it for power. Just take me to Chinese station. Michael! Why you good charge? You take that kitchen out. I will bring a new one in. You did and you get another. Whoa, Mr. Charles. I will give you a nice grilled chicken.ขอขัดจังหวะรายการเพื่อนำท่านไปพบกับการประกาศครั้งสำคัญจากท่านผู้ปกครองลูกคนใหม่นี่เป็นการถ่ายทอดสดทั่วโลก สวัสดีประชาชนแห่งโลกพระเจ้าคือนายพลเรือเซชินมาโก
ฮักองค์ใหม่ของพวกเจ้าวันนี้พระเจ้าคุมโลกทั้งโลกไว้ในมือของข้าพเจ้าแล้ว The Doomsday Trigger เครื่องมืออัศจรรย์ Don't kill him yet. Why do you let him go and bring him back to me? Take him back now. Hey! 5, 4, 3, 2, 1. Hey! Isaac, you are wrong. That's who I go. Hey! Isaac! Isaac, what is now? Isaac! I told you not to kill him. What is now, Isaac? Hey! Isaac! Isaac, what is now? No! Isaac! No! I won't stand! Huh? Stop taking it away! What? I will kill him. Stop it! Sao cô lên rồi rồi? Cô leo thỏ. I get to go through. And I want to kill him. Just give it back to me. No, God! I'm sorry, Marco. Look! Lên xuống đây. Why are you trying? Hey, Marco. Hold their call. You make me a lot of trouble. It. Stop it, Kill them all. Kill them all. Why?
Nice to meet you. ยินดีด้วยทอนเมื่อปราการสมาโลกสิ้นไปแล้วจะตายรามเรือ Ladies and gentlemen, please. ഈ എലിഫൻറ്റ് ഷോയും ഈ സ്പൈ വാർ ഷോയും ഒക്കെ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന ഞാനല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഏട്ടനാണ് ഈ വീഡിയോസ് ഫുൾ എടുത്തത്. ഏട്ടൻ ഈ വീഡിയോസ് എല്ലാം ഈ ഒരു പ്രോഗ്രാം ഫുൾ ഈ ഫോൺ വഴിയാണ് കണ്ടതെന്ന് തോന്നുന്നു. ഫുൾ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കവർ ചെയ്താൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല. കുറച്ച് കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതും നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളതും കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടവർക്ക് കുറച്ചൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് കഴിച്ചൊരു ഡോൾഫിൻ ഷോയും വേറൊരു ഷോയും ഉണ്ട്. അത് രണ്ടും കൂടെ കഴിഞ്ഞിട്ട് വേണം 3 മണിക്കുള്ളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക, ഡ്രൈവറെ കാണുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക. അതെല്ലാം കൂടി നാളെ ഞാൻ ഇട്ട് തീർക്കാവേ. എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.